നിങ്ങൾക്ക് ഏത് ഹെയർ സ്റ്റൈൽ വേണമെങ്കിലും നമ്മുടെ മനസ്സിലുള്ളത് ആളുടെ അടുത്ത് പറഞ്ഞാൽ അത് അതേപോലെ തന്നെ സെറ്റ് ചെയ്ത് തരും. പിന്നെ നമ്മൾ പറയണതിൽ എന്തെങ്കിലും മിസ്റ്റേക്കോ അല്ലെങ്കിൽ അത് വേണ്ടാന്നുണ്ടെങ്കിൽ ആൾ ഓപ്പൺ ആയിട്ട് പറയും അത് അങ്ങനെ മതി, ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും എന്ന് പറയും. പക്ഷെ അത് കറക്റ്റ് ആയിരിക്കും, നമ്മുടെ ഫേസിന് വളരെ യോജിച്ച ഒരു ഹെയർ സ്റ്റൈൽ ആയിരിക്കും ആൾ റെക്കമെൻഡ് ചെയ്യുന്നത്. ഹലോ സാർ, പറയൂ എന്താ ചെയ്യണ്ടേ? ഒന്ന് ഹെയർ ഒന്ന് കട്ട് ചെയ്യണം. ഓക്കെ. സൈഡ് ഒരു -1 മാക്സിമം ഓക്കെ. ബാക്ക് സൈഡിലേക്ക്. ഫുഡ് കഴിച്ചോ? ഫുഡ് കഴിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞാൽ ഒരു അടിപൊളിയായിട്ട് മോഡൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഫേഡ് ആക്കിയിട്ടും ജസ്റ്റ് ഇവിടെ നിന്ന് സ്പൈക്ക് ചെയ്തില്ല, അത് അടിപൊളിയായിരിക്കും നമ്മുടെ മുഖത്തിൻ്റെ അനുസരിച്ചിട്ട്. അപ്പോൾ ബ്ലേഡ് നമ്മൾ ഇച്ചിരി ഇവിടെ നിന്ന് ഫേഡ് ചെയ്യുക, മുകളിൽ ബ്ലേഡ് വെക്കണ്ട, അടി ഇങ്ങനെ സ്ട്രേറ്റ് വരയ്ക്കുക, മീശ ഇങ്ങനെ സ്ട്രേറ്റ് ചെയ്യുക, പിന്നെ ഇവിടെ ഒരു ഷേപ്പ് കൊടുക്കുക, വി ഷേപ്പ്. മല്ലു സിംഗിന്റെ നാട് എവിടെയാ? മല്ലു സിംഗിന്റെ നാട് പഞ്ചാബ്. നമ്മൾ ജീവിച്ച പോയതാണെങ്കിൽ ഫുള്ള് പഞ്ചാബിലാണ്. അപ്പോൾ 4 വർഷമായി പുതിയ വീട് കയറ്റിക്കണം ഉത്തർപ്രദേശ്. ഇവിടെ കേരളത്തിൽ വന്നിട്ട് എത്ര നാളായി? കേരളത്തിൽ ഒരു 4-5 വർഷമായി. സൈഡ് ഈ ഒരു ഫേഡ് മതിയോ? ഓക്കെ. ഓവർ ഫേഡ് ആക്കിയാൽ പിന്നെ സ്കിന്ന്. അല്ലല്ലോ, മലയാളം അടിപൊളിയാണല്ലോ. താങ്ക് യു. ഹാഫ് പഞ്ചാബി ഹാഫ് മലയാളി ആയല്ലോ. 5 വർഷം കൊണ്ട്. താങ്ക് യു സാർ. എല്ലാരും പറയും അങ്ങനെ. ഇത് ഫസ്റ്റ് ഇങ്ങനെ വരുമ്പോ ചോദിക്കും മലയാളിയാണോ അല്ലെങ്കിൽ ബായിയാണോ ചോദിക്കും. ഞാൻ പറയും അല്ല, ബായിയാണ്, നോർത്ത് ഇന്ത്യൻ ആണ്. പക്ഷേ മലയാളം ഞാൻ ഇവിടെ കേരളത്തിൽ വന്നിട്ടാണ് പഠിച്ചത്. നിങ്ങൾ മലയാളം ഭയങ്കര ടഫാണ്. പിന്നെ എന്താ പറയാ, ഒരു ബാക്കിയുണ്ട്, മഴ കിട്ടൂല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. മഴ. പഞ്ചാബിൽ അധികം ഗോതമ്പാണ് കൃഷി. എന്താ പഞ്ചാബിൽ സാർ ഏറ്റവും കൂടുതൽ പഞ്ചാബ്, UP, ഹരിയാന, ഈ 3-4 സ്റ്റേറ്റ് അല്ലേ, അവിടെ ഫുൾ ഗോതമ്പ്, കരിമ്പ്, പിന്നെ വേറൊരു സംഭവം ഉണ്ട്, ചോളം. ഫ്രണ്ടിന് ഇച്ചിരി നമുക്ക് ഇങ്ങനെ സ്പൈക്ക് ഇവിടെ ഷോർട്ട് ചെയ്യാം. ഓക്കെ. നിങ്ങളെ ഹെഡിന്റെ ഷേപ്പ് എൻ്റെ ഹെഡിന്റെ ഷേപ്പ് സെയിം ആണ്, കുറച്ച് ബഡാ ഷേപ്പ്, നല്ല ഒരു വലിയൊരു ഷേപ്പാണ് ബാക്ക്. അപ്പോൾ ഇവിടുന്ന് ഗ്രോത്ത് കുറച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിന് സ്പൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നല്ലൊരു റൗണ്ട് ഷേപ്പിലേക്ക് കിട്ടും. ഇനി ഷോർട്ട് ആക്കിയാൽ പിന്നെ സ്പൈക്ക് ചെയ്യാനും പറ്റൂല. സ്പൈക്ക് ആയിക്കോളൂ. നീളം കൂടുതലാണല്ലോ? ഇല്ല, ഓക്കെ. നീളമൊന്നും കൂടുതലില്ല. അത് ഷോർട്ട് ആക്കിയാൽ അല്ലെങ്കിൽ സൈഡിൽ ഇടാൻ പറ്റൂല, പിന്നെ സ്പൈക്ക് ഇടാൻ പറ്റൂല. അതാണ്. ഞാൻ ഇവിടെ എന്തായാലും സെറ്റാക്കി തരും, പക്ഷെ നിങ്ങൾ വീട്ടിൽ പോകുമ്പോൾ കോമ്പ് ചെയ്യാൻ പറ്റൂല. ഈ ഒരു ലെങ്ത് ഓക്കെ അല്ലേ? ബാക്ക് അടി എന്താ ചെയ്യണ്ടേ? കട്ട് ചെയ്യണം ബാക്ക്. കട്ട് ചെയ്യല്ലേ? സ്ലോപ്പ് വേണ്ട, സ്ലോപ്പ് ഇടാം. സർ ബാക്ക് നോക്കി ഓക്കെ അല്ലേ? അടിഭാഗം ട്രിം ചെയ്തിട്ട് സ്ലോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബെറ്റർ. ഇതാണ് ബെറ്റർ ഉണ്ട്. ബാക്ക് കട്ട് ചെയ്താൽ ഭംഗി ഉണ്ടാവില്ല. ഹെയർ ലാസ്റ്റ് സെറ്റ് ചെയ്ത് തരാം. ബിയർഡ് സെറ്റ് ചെയ്യാം. ഇവിടെ ഫ്രണ്ട് VH കുറക്കണോ? ഇത് ഷോർട്ട് ചെയ്യണോ? കുറച്ച് കുറയ്ക്കാം. സെറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഹെയർ ക്രീം ഏതാ റെക്കമെൻഡ് ചെയ്യണം നല്ലത്? സെറ്റ് ചെയ്യാൻ വേണ്ടി വാക്സ് ഉണ്ട്, ജെല്ലുണ്ട്, ജപ്പാൻ MG5. അടിപൊളി വാക്സ് ആണ്. സ്പ്രേ ഉണ്ട്, അത് കൂടുതലായിട്ട് യൂസ് ചെയ്യണ്ട കേട്ടോ. സ്പ്രേ മുടിന് കേട് വരും. എന്തെങ്കിലും ഫംഗ്ഷൻ പാർട്ടി അങ്ങനെ ആണെങ്കിൽ അപ്പോൾ ഡ്രൈ ഒന്ന് സെറ്റപ്പ് ആക്കിയിട്ട് ഡ്രൈ കൊണ്ട് അപ്പോൾ സ്പ്രേ യൂസ് ചെയ്തിട്ടും കുഴപ്പമില്ല. എപ്പോഴെപ്പോഴും ഡെയിലി അടിച്ചാലും മുടി ശരിയാവില്ല, മുടി പൊട്ടി പോകും. സ്പ്രേ ആണോ അല്ലേ? ക്രീമും കുഴപ്പമൊന്നുമില്ല, സ്പ്രേയും കുഴപ്പമൊന്നുമില്ല, രണ്ടും ബെറ്ററാ. ഓക്കെ, ഹാപ്പി. താങ്ക് യു. എങ്ങനെയുണ്ട് ഗൈസ്? മോഡൽ സെറ്റ് അല്ലേ? അപ്പോൾ മറക്കണ്ട ഹെയർ ട്രിക്സിൽ വരാൻ.